സ്വർണ്ണവില ഇന്നും സർവകാല റെക്കോർഡിലേക്ക് കുതിപ്പ് കുതിച്ച് അവസാനം 67,000 കടന്നു മുന്നോട്ട് പോവുകയാണ്. ഈ വിലക്കയറ്റം എവിടെ അവസാനിക്കുമെന്നറിയില്ല. സ്വർണ്ണവിലയ്ക്ക് ഇതെന്തു പറ്റി? ഇന്ന് പവന് 520 രൂപയാണ് ഇന്ന് കുതിച്ചത്. സ്വർണ്ണവിലയിൽ ഈ കുതിപ്പ് സാധാരണക്കാരെ നിരാശയിലേക്ക് വീഴ്ത്തുന്നു. സാധാരണക്കാർക്ക് സ്വർണ്ണാഭരണം വെറും മോഹമായി മാറുമോ? രാജ്യാന്തര വില ചരിത്രത്തിലെ റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിയാണ് ആഭ്യന്തര വിലയിലും കയറ്റത്തിന് കാരണമായത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നൊരു ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 8,425 രൂപയായി. പവന് 520 രൂപ വർദ്ധിച്ച് 67,400 രൂപയായി. ഇന്നത്തെ വിലപ്രകാരം 10 ഗ്രാം സ്വർണം വാങ്ങാൻ 84,250 രൂപയാവും. 24 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 9,191 രൂപയും പവന് 73,528 രൂപയും ആവുന്നു. 18 ക്യാരറ്റിന് 1 ഗ്രാമിന് 6,894 രൂപയും പവന് 55,152 രൂപയുമാണ്. രാജ്യാന്തര സ്പോർട്സ് സ്വർണ്ണവില ഔൺസിന് ഇന്ന് $3,112.12 വ്യാപാരം നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് രാജ്യാന്തര വില $3,100 കവിയുന്നത്. ഈ കുതിപ്പ് സ്വർണ്ണവിലയിലെ നാഴികക്കല്ലായി മാറും. ഓരോ ദിവസവും പുതിയ റെക്കോർഡുകളാണ് സൃഷ്ടിക്കുന്നത്. ചെറിയ പെരുന്നാളിനും സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷമാക്കുമ്പോഴും സ്വർണ്ണവിലയ്ക്ക് തളർച്ചയില്ല. ഈ വിലക്കയറ്റത്തിന് കാരണം ട്രംപിന്റെ താരിഫ് ശക്തമാണ്. ഏപ്രിൽ 2 മുതൽ വിദേശ വാഹന താരിഫ് 25% ചുമത്തുമെന്ന് പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഇത് സ്വർണ്ണവിലയ്ക്ക് അനുകൂലമാകുന്നു. ട്രംപിന്റെ ഈ താരിഫ് നയം US-ൽ ശക്തമായ പണപ്പെരുപ്പത്തിന് കാരണമാകും. മാത്രമല്ല അമേരിക്കയുടെ വ്യാപാര ബന്ധങ്ങൾക്കും വിള്ളലേൽക്കും. അതിനാൽ തന്നെ US-ന്റെ സാമ്പത്തിക വ്യവസ്ഥ തകിടം മറിയാൻ താരിഫ് നയങ്ങൾ വഴിയൊരുക്കും. ഇതോടെ സ്വർണ്ണവില വീണ്ടും കൈവിട്ടു പോയേക്കാം. US-ന്റെ സാമ്പത്തിക പ്രതിസന്ധികളും വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിലെ അനിശ്ചിതത്വവും സ്വർണ്ണ നിക്ഷേപങ്ങളോടുള്ള ആളുകളുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ എത്ര രൂപ വേണ്ടിവരും? ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഇന്ന് 73,950 രൂപയും 1 ഗ്രാം സ്വർണ്ണാഭരണത്തിന് ഇന്ന് 9,120 രൂപയും നൽകേണ്ടി വരും. ഇന്നത്തെ വിലയ്ക്കൊപ്പം പണിക്കൂലി 3% GSTയും ഹോൾമാർക്ക് ചാർജ് എന്നിവ ചേർക്കുമ്പോഴാണ് ആഭരണത്തിന്റെ വില നിശ്ചയിക്കുന്നത്. ഇവിടെ 5% പണിക്കൂലിയാണ് കണക്കാക്കുന്നത്. അത് ചിലപ്പോൾ 30% വരെ ഉയർന്നേക്കാം. സ്വർണ്ണവിലയേക്കാൾ വീണ്ടും ഈ വില ഈടാക്കുന്നത് ആഭരണത്തിനാണ്. ഈ വിലക്കയറ്റം മൂലം സാധാരണക്കാർക്ക് ജ്വല്ലറിയിൽ എത്തുന്നത് കുറയുന്നു. ഇത് ഭാവിയിൽ വ്യാപാരത്തെ ബാധിക്കുമോ? തുടർച്ചയായുള്ള 5ാമത്തെ ദിവസമാണ് ഇന്ന് സ്വർണ്ണവില ഉയർന്നത്. ഈ 5 ദിവസം കൊണ്ട് പവന് 1,920 രൂപയാണ് കുതിച്ചത്. ഗ്രാമിന് 240 രൂപയും ഉയർന്നിട്ടുണ്ട്. അഡ്വാൻസ് ബുക്ക് ചെയ്യണോ അതോ സ്വർണം നിക്ഷേപിക്കണോ? സ്വർണ്ണാഭരണം വാങ്ങുക എന്നത് അത്ര നിസ്സാരമല്ല. കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ പോലും 2024-2025 സാമ്പത്തിക വർഷത്തിൽ സ്വർണത്തിന്റെ കയറ്റം അപ്രതീക്ഷിതമായിരുന്നു. മാർച്ചിൽ തുടർച്ചയായിട്ട് വില ഉയരുകയായിരുന്നു. അതിനാൽ ആഭരണം വാങ്ങാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല. എന്നാൽ ഒരു നിശ്ചിത തുക സ്വർണ്ണ നിക്ഷേപത്തിന് ഇൻവെസ്റ്റ് ചെയ്താൽ ഉയർന്ന ലാഭം ഉറപ്പാക്കാം. ഇതിലൂടെ നിങ്ങളുടെ ഭാവിയിലും നേട്ടം ഉറപ്പാക്കാം.